السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് സൂറത്ത് അബസയുടെ ഇവരുടെ ക്ലാസ്സിൽ 3 സംഗതി പറയുന്നു. ഒന്ന്, അന്ധനായ മനുഷ്യൻ വന്ന് അദ്ദേഹത്തെ അവഗണിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സാക്ഷിക്കുത്ത് അനുഭവപ്പെട്ടു. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം എന്ന് തോന്നി. മൂന്നാമത്തത്, അതോടൊപ്പം ഖുറൈശി മുതലാളിമാരുടെ മുമ്പിൽ നല്ല ആളായി ചമയണം. ഈ 3 നമ്പറുകളാണ് മുഹമ്മദ് ഇറക്കിയിട്ടുള്ളതെന്നാണ് ജബ്ബാർ പറയുന്നത്. ഇവിടെ ജബ്ബാർ ആരോപിക്കുന്ന ഈ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം നിർമ്മിച്ചതാണ് വിശുദ്ധ ഖുർആനെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅന്ത ലഹു തസദ്ദ വഅമ്മാ മൻ ജാഅക യസ്അഹു വയഖ്ശാ ഫഅന്ത അൻഹു തലഹ. ഇത്രയും ഭാഗം ഈ സൂറത്തിൽ വരില്ലായിരുന്നു. ഈ ആയത്തുകളിൽ പറയുന്ന സംഗതി, തൻ്റെ അടുത്ത് ഒരന്ധൻ, ആ അന്ധൻ വന്നതിൻ്റെ പേരിൽ അദ്ദേഹം മുഖം ചുളിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് വമാ യുദ്രീക ലഅല്ലഹു യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ, അദ്ദേഹം പരിശുദ്ധി കൈക്കൊള്ളുകയും അതുപോലെ പാഠം ഉൾക്കൊള്ളുകയും വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കർ ഫതൻഫഅഹു ദിക്റ, അങ്ങനെ ആ പാഠം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ഒക്കെ ചെയ്യാം. അത് സംബന്ധിച്ച് നിനക്ക് എന്തറിയാം? നീ എന്തിന് മുഖം ചുളിച്ചു, അല്ലെങ്കിൽ നീ എന്തിന് പിന്തിരിഞ്ഞു, അദ്ദേഹത്തെ അവഗണിച്ചു എന്നാണ് ചോദ്യം. എന്നിട്ട് പറയണത് എന്താണ്? അമ്മാ മനിസ്തഗ്നാ ഫഅന്ത ലഹു തസദ്ദ, എന്നാൽ സ്വയം പര്യാപ്തനായി, അതായത് തനിക്ക് താൻ തന്നെ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ മതി എന്ന് തോന്നുന്ന ധിക്കാരികളായ അഹങ്കാരികളായ ആളുകൾക്ക് വേണ്ടി നീ അവരെ ശ്രദ്ധിക്കുകയും ഒമാമൻ ജാഅക ഫഅന്ത ലഹു തസദ്ദ ഒമാമൻ ജാഅക ഒമാമൻ ഇസ്തഗ്നാ ഫഅന്ത ലഹു തസദ്ദ, നീ അവർക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കുന്നു. എന്നാലോ അമ്മാമൻ ജാഅക യസ്അഹു വയഖ്ശാ ഫഅന്ത അൻഹു തലഹ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിന്റെ അടുത്ത് വന്നിട്ടുള്ള, ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി നിന്നെ സമീപിച്ച ആൾക്ക് നീ മുഖം കൊടുക്കാതെ അദ്ദേഹത്തെ അവഗണിക്കുന്നു. ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണല്ലോ ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ ഇത്രയും സൂക്തങ്ങളിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ അന്ധനായിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂമിനെ അവഗണിച്ചു എന്ന് തോന്നി, അതിൽ അദ്ദേഹത്തിന് മനസ്സാക്ഷിക്കുത്ത് അനുഭവപ്പെട്ടു എന്നതൊക്കെ നമുക്ക് അംഗീകരിക്കാം. എന്നാൽ തന്നെ കാലാവസാനം വരെ, ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ താൻ തന്നെ ആക്ഷേപിക്കുന്ന ഇത്തരത്തിലുള്ളൊരു പരാമർശം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി എന്നാണല്ലോ ഇപ്പം ജബ്ബാർ പറയുന്നത്. ഇത് ജബ്ബാറിൻ്റെ മനസ്സാക്ഷി അംഗീകരിക്കില്ല എന്നുള്ളത് ഒരു സംഗതി. വിവേകവും ബുദ്ധിയുമുള്ള, വിവരമുള്ള മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ സംബന്ധിച്ചറിയുന്ന ആരും ജബ്ബാറിൻ്റെ ഈ വാദം അംഗീകരിച്ചു തരില്ല. മനസ്സാക്ഷിക്കുത്ത് അനുഭവപ്പെടാം, പക്ഷേ അതിൻ്റെ പേരിൽ എന്നേക്കും ആളുകൾക്ക് പാരായണം ചെയ്യാവുന്ന വിധത്തിൽ അത് രേഖപ്പെടുത്തി വെക്കാം, അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല
ഇത്തരം ഒരു സാഹചര്യത്തിൽ, അതായത് താൻ മുന്നോട്ട് വെക്കുന്ന ഈ ആദർശത്തെ വിജയിപ്പിച്ചെടുക്കാൻ ആരുടെയൊക്കെ സഹായവും സഹകരണവും ആണോ വേണ്ടത്, അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കെ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന, അതായത് തൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകളുടെ അവഗണനക്ക് വിധേയനാവുന്ന അവർ തന്നെയും ഇത്തരം ആളുകളെ തങ്ങളുടെ സദസ്സിലേക്ക് അടുപ്പിക്കരുത്, എങ്കിൽ നമ്മളൊക്കെ ഇത് ആലോചിക്കാമെന്ന് പറയുന്ന ഒരു വിഭാഗം. അവരുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള ഒരു ആള് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഈ ആദർശത്തിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആദർശവാദിയെ സംബന്ധിച്ച്, വിപ്ലവകാരിയെ സംബന്ധിച്ച് അല്പം ഒരു നീരസം ഉണ്ടാവുക എന്നുള്ളത് മാനുഷികമായി സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല, ലോകത്ത് ഏത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും ആ പ്രസ്ഥാനത്തിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് കരുക്കൾ നീക്കുക, അതിന് നയങ്ങൾ രൂപീകരിക്കുക എന്നത് ആ പ്രസ്ഥാന നായകൻ അല്ലെങ്കിൽ ആ വിപ്ലവ നായകൻ ഈ ആദർശം മുമ്പോട്ട് വെച്ച ആൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അയാളുടെ ധർമ്മം. അതിനാണ് അയാൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വിഘാതമായി തീരുന്ന ഒരു സമീപനം തൻ്റെ അനുയായികളിൽ നിന്നുണ്ടായാൽ പോലും അദ്ദേഹം അവരെ ആ സന്ദർഭത്തിലെങ്കിലും അകറ്റി നിർത്തുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസാക്ഷിക്കുത്തിൻ്റെ ഒരു പ്രശ്നം സാധാരണഗതിയിൽ വരുന്നില്ല. എന്നാൽ ജബ്ബാർ പറയുന്ന ഈ മനസാക്ഷിക്കുത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാമനസ്കതയെയും വിശാല ഹൃദയത്തെയുമാണ് കുറിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും യുക്തിയും ഒന്നും ജബ്ബാറിനില്ല. മൂപ്പര് യുക്തിവാദി ആയതുകൊണ്ടാണ്. ഇനി ഈ പാപത്തെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട് എന്നതാണല്ലോ മറ്റൊന്ന്. അതിനെന്താണ് അത്ഭുതമുള്ളത്? ഒരു മനുഷ്യൻ തൻ്റെ അവഗണനയ്ക്ക് വിധേയനായി എന്ന് ഒരാൾക്ക് തോന്നുന്നു. ആ മനുഷ്യൻ താൻ ആരെ അവഗണിച്ചു എന്ന് ആണോ വന്നിട്ടുള്ളത്, അയാളെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് മാനുഷികമായ ഏറ്റവും ഉയർന്ന ഒരു മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് അതുണ്ടാവുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വീണ്ടും വിചാരം അവർക്ക് ഉണ്ടാവില്ല. ഞാൻ അയാളെ അവഗണിച്ചിട്ടില്ല എന്ന് അയാൾക്ക് തോന്നും, അയാളെ ആശ്വസിപ്പിക്കേണ്ടതില്ല എന്ന് തോന്നും. ഇനി അയാൾ പോവുകയാണെങ്കിൽ പോകട്ടെ എന്നും വെക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായി എന്ന് ജബ്ബാർ സമ്മതിക്കുന്നുണ്ട്. അപ്പം ജബ്ബാർ സമ്മതിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ വിശാല മനസ്കനും പാവങ്ങളോട് അങ്ങേയറ്റത്തെ അനുകമ്പയുള്ള ആളും തൻ്റെ ലക്ഷ്യസാധ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു സമീപനം സ്വീകരിച്ചതെങ്കിൽ പോലും അത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാരുണ്യഭാവത്തെ, അദ്ദേഹത്തിൻ്റെ മാനസിക വിശാലതയെ കുറിക്കുന്നു എന്നാണ് ജബ്ബാർ പറയാതെ പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നതിന് പകരം ജബ്ബാർ അറിയാതെ പ്രശംസിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വരിക. അപ്പോൾ അവിടെയും ജബ്ബാറിന് തൻ്റെ യുക്തി ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നത് ജബ്ബാറിന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. കാരണം അയാൾ യുക്തിവാദിയാണ്. യുക്തിവാദികൾക്ക് യുക്തിബോധം ഉണ്ടാവില്ല, യുക്തിവാദമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തേത്, ഖുറൈശി പ്രമാണിമാരുടെ മുമ്പിൽ ഞെളിയണം, വലിയ ആളാവണം എന്നതാണ് നബിയുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നുള്ള. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജബ്ബാറിനെ പോലുള്ള ബുദ്ധിഹീനന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന സംഗതിയാണ്. അങ്ങനെ തെളിഞ്ഞ് കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് ഈ വാക്യങ്ങൾ അത്രയും ഈ ഖുറൈശി പ്രമുഖന്മാരുടെ മുമ്പിൽ അവർ ഓതി കേൾപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഞെളിയണം എന്നുള്ള മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യലെന്താ? ഈ വാക്യങ്ങൾ അത്രയും ഒളിപ്പിച്ചു വെക്കും, മൂടി വെക്കും. പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനായതുകൊണ്ട് അള്ളാഹു നൽകിയ സന്ദേശത്തിലൊന്നും ഒളിപ്പിച്ചു വെക്കാൻ തനിക്ക് അവകാശമില്ലാത്തത് കൊണ്ട് താൻ ആരാലാണോ കുറ്റപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അത് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട്
ഇവരുമായുള്ള ഇത്തരത്തിലുള്ള ഒരു ചങ്ങാത്തത്തിന് ഞാൻ സന്നദ്ധനല്ല, അതിനെനിക്ക് അനുവാദമില്ല എന്ന് ഖുറൈശി പ്രമുഖരെ കേൾപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അപ്പോൾ ആളാവുമല്ല, ഖുറൈശി പ്രമാണികളുടെ മുമ്പിൽ ആളാവുമല്ല ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇംഗിതത്തിന് ഒത്ത് മുന്നോട്ട് പോവുകയില്ലെന്നും, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാവങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ, അവരെ കൂടി അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മുമ്പോട്ട് വന്നാൽ മതി, അല്ലാത്ത രീതിയിലുള്ള നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പിൻബലവും എനിക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? രണ്ട് സംഗതിയാണ്. ഒന്ന്, അന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, അദ്ദേഹം തനിക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അവഗണിച്ചു കളഞ്ഞു എന്ന നബിയെ കുറ്റപ്പെടുത്തി. അത് ഒരു ഭാഗത്തുള്ള കുറ്റപ്പെടുത്തലാണ്. മറുഭാഗത്തും നബിയെ കുറ്റപ്പെടുത്തി തന്നെയാണ് ചെയ്യുന്നത്. അമ്മാമൻ ഇസ്തഗ്ന അന്ത ലഹു തസദ്ദ, സ്വയം പര്യാപ്തനായിട്ട് തനിക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങൾ മതി എന്ന് തോന്നുന്ന ധിക്കാരികളായ അഹങ്കാരികളായ ആളുകൾ, എന്തിനാണ് ഈ അഹങ്കാരികൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്? എന്തിനാണ് അവർ പിന്നാലെ പോണത്? അവരെ പരിഗണിക്കേണ്ടതില്ല, അവർക്ക് പരിഗണന നൽകിയത് മോശമായി പോയി എന്നുള്ള മറ്റൊരു കുറ്റപ്പെടുത്തൽ. അതിൻ്റെ പുറമെയാണ് അദ്ദേഹം മുഖം തിരിച്ചു കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു എന്നുള്ള കുറ്റപ്പെടുത്തൽ. അപ്പം ഈ കുറ്റപ്പെടുത്തലുകളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തന്നെയാണ് ഇത് എഴുതിണ്ടാക്കിയത്, ഖുർആൻ എഴുതിണ്ടാക്കിയതെങ്കിൽ അത് ഒരു സാമാന്യ ബുദ്ധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാത്ത ഒരു സംഗതിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഖുർആൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിയല്ലാന്നും, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹുവിൻ്റെ റസൂലും നബിയുമായി തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് നൽകുന്ന ഇത്തരത്തിലുള്ള വഹയുകൾ, സന്ദേശങ്ങൾ, അത് അദ്ദേഹം കേട്ടാൽ മനസ്സിലാക്കിയാൽ ഹൃദയസ്ഥമാക്കിയാൽ പോരാ, അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അതിൽ അദ്ദേഹം ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതനുസരിച്ച് തനിക്ക് കിട്ടിയ സന്ദേശം അദ്ദേഹം രണ്ടു കൂട്ടരെയും കേൾപ്പിക്കുന്നു. അതായത് ഖുറൈശികളുടെ പ്രമാണിമാരെയും കേൾപ്പിക്കുന്നു, അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരും അല്ലാത്തവരുമായ സാധാരണക്കാരെയും കേൾപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രമാണിമാരെ മാറ്റുന്നു, ഒഴിവാക്കുന്നു. ഇനി അവരുമായിട്ട് ഇത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ചക്ക് താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ളൊരു സന്ദേശവും നിർദ്ദേശവും കൂടി ആയത്തുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം ഈ അവലസിതരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളെ നെഞ്ചോട് ചേർത്ത് അവരെ കൂടെ കൂട്ടി മുമ്പോട്ട് പോവുക, ആ നിലക്ക് ഇസ്ലാമിനെ വിജയിപ്പിച്ചെടുക്കാം. അവരുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്ന പണക്കാരും നേതാക്കന്മാരും ഇസ്ലാമിലേക്ക് വന്നാൽ മതി. അല്ലാത്തവർ മാനുഷിക മൂല്യമില്ലാത്തവരാണ്, ധാർമ്മിക ബോധമില്ലാത്തവരാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പരലോകത്തെ സംബന്ധിച്ച് ഒന്നും യഥാർത്ഥത്തിൽ വിശ്വാസമോ കാഴ്ചപ്പാടോ ഇല്ലാത്തവരാണ്. അവർക്ക് സന്മാർഗം ലഭിക്കണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് അവർ ഭൗതികതയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയും അള്ളാഹുവിന് മറക്കുകയും ചെയ്യുന്നവരാണ്. അവരെ വിട്ടേക്കുക എന്നൊരു സന്ദേശവും കൂടിയാണ് ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്നത്. ഇതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ കേൾപ്പിക്കുന്നത്. അപ്പോൾ ജബ്ബാർ പറയുന്ന മാതിരി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാർഡ് നമ്പർ ഇറക്കുകയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെക്കുക. വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇവരെ പ്രേരിപ്പിക്കാനും അവരെ മുമ്പിൽ ആളാവാനും, എന്നാൽ ഇവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ. തോളിൽ കഴിച്ചിട്ട് കേട്ട് അബ്ദുള്ള സാരല്ല എന്ന് അദ്ദേഹത്തോട് സ്വകാര്യമായി പറയാം. അത് അദ്ദേഹത്തിന് ബോധ്യവും ചെയ്യും. ഇങ്ങനെ ഞാൻ കൂട്ടുകാരായിട്ട് സംസാരിക്കുമ്പോഴാണ് താങ്കൾ വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഒരു സംഗതിയാണത്. എന്നാൽ അതേ അവസരം തന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നത് അതിനെപ്പറ്റി പിന്നീട് പ്രതികരിക്കാതിരുന്നാൽ അവർക്കും ബോധ്യമാവും, മുഹമ്മദ് നമ്മളെ പരിഗണിച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യണത് എന്താണ്? അങ്ങനെയുള്ളൊരു പരിഗണന നിങ്ങൾ അർഹരല്ല, അതുകൊണ്ട് ഈ മേലിൽ നിങ്ങളെ ഞാൻ പരിഗണിക്കാൻ സന്നദ്ധനല്ല എന്ന് അവരെ അറിയിക്കുക എന്നത് കൂടിയാണ്. ഇവിടെ ആളാവുന്നതിന് പകരം അവരെ തഴഞ്ഞതായിട്ട് അവനുള്ള പ്രഖ്യാപനമാണ് ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ പോലുള്ള ബുദ്ധിയില്ലാത്ത യുക്തിവാദിയെ സംബന്ധിച്ച് പരിതപിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല.